ഇനി ഗാസയിൽ ഇതാ സമാധാനം പുലരാൻ തുടങ്ങുമ്പോൾ ഇസ്രയേലി ബന്ദികളെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരെ ഇപ്പോൾ വിട്ടുകൊടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇതാ അവരെ വിട്ടുകൊടുക്കുന്നത് ഏകദേശം 20 പേരെങ്കിലും ഉണ്ട് എന്നാണ്. 48 പേർ, അതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യമായി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലി ഹെലികോപ്റ്ററുകളിൽ അവിടെ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ 2 വർഷത്തിലേറെ നമ്മൾ കണ്ട ആ യുദ്ധ കാഴ്ച അത് അവസാനിക്കുന്നു എന്ന പ്രതീക്ഷയുടെ ശുഭപ്രതീക്ഷയുടെ ലോകം കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. സൗമ്യ കൃഷ്ണ വിവരങ്ങൾ വേണ്ട. സൗമ്യ, കൃത്യമായി എത്ര ബന്ദികളാണ് ഉള്ളത്? അവരുടെ കൈമാറ്റ നടപടികൾ എങ്ങനെയാണ്? ശേഷം എന്തൊക്കെയാണ് ഗാസയിൽ സംഭവിക്കാനിരിക്കുന്നത്? ദിവീഷ്, ഏകദേശം കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്ന ദുഃഖമേറിയ കാഴ്ചകൾ, വളരെ നമ്മുടെ മനസ്സിന് ഭാരം നൽകുന്ന യുദ്ധ കാഴ്ചകളുടെയൊക്കെ ഒടുവിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഈ ദീർഘകാലം കുടുംബത്തെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുനിന്ന തടവറയിൽ കഴിഞ്ഞ കുറേ പേർ ഇന്ന് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിൻ്റെ പ്രതീക്ഷ ആ നിമിഷം നൽകുന്ന ചെറുതെങ്കിലുമായ ഒരു ആശ്വാസം നൽകുന്ന കാഴ്ചകളാണ് ഇസ്രായേൽ ഗാസ പലസ്തീൻ അതിർത്തികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ ഇസ്രയേലികളായ 20 പേർ ഗസയിൽ ഉണ്ടായിരുന്ന, അതിൽ കൂടുതൽ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജീവനോടെ ബാക്കിയുള്ള 20 പേരാണ് ഇപ്പോൾ തങ്ങളുടെ കുടുംബത്തിന് അടുത്തേക്ക് തിരിച്ചെത്തുന്നത്. ഈ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ പടിയായാണ് ഈ ബന്ദികളുടെ മോചനം പറഞ്ഞിരുന്നത്. ഇതായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രയേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്ന് ഈ ബന്ദികളുടെ മോചനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിന്റെ പക്കൽ 2000-ലധികം പലസ്തീനികളായ ആളുകൾ ബന്ദികളായി തടവറയിലുണ്ടായിരുന്നു. അവരുടെ കൈമാറ്റവും ഇതിനോടൊപ്പം തന്നെ നടക്കും. മാത്രമല്ല അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇരുവശത്തും ഇവരെ സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വെൽക്കം ബാക്ക് എന്ന ഒരു കുറിപ്പ്, തിരിച്ചിവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേലിലെത്തി ഈ ബന്ദികളായ ആളുകളുടെ കുടുംബത്തെ കാണുന്നുണ്ട്, കുടുംബവുമായി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതേ സമയം തന്നെ ഈജിപ്തിൽ ഈ ഒരു ഗാസ സമാധാന ഉടമ്പടിയെ കുറിച്ച്, ഗാസയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഒരു വലിയ രീതിയിൽ ഒരു ഉച്ചകോടി പോലെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ഗാസ സമ്മിറ്റ് നടക്കുന്നുണ്ട്. 20-ലേറെ ലോക നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഗാസയുടെ ഭാവി ചർച്ച ചെയ്യുകയാണ്. ഇതെല്ലാം ഈ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. കാരണം എന്ത് തന്നെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടായാലും ഏത് രീതിയിലായാലും യുദ്ധം അവസാനിക്കണമെന്നായിരുന്നു നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചത്. ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന രീതിയിൽ ഇരു ജനതയുടെയും അടിസ്ഥാനപരമായ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സേനയുടെ ഭാഗത്തു നിന്നുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവിടെ കാത്തിരിക്കുകയാണെന്നാണ് നമുക്ക് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ ദീർഘകാലമായി അവർ കാത്തിരുന്ന ഒരു നിമിഷമാണ്. ആ കുടുംബങ്ങൾ ഒട്ടാകെ 20 പേരാണ്. 20 പേരുടെ കുടുംബങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു കൈമാറ്റം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2000 പലസ്തീനികളാണ് ഇസ്രായേലിന്റെ തടവറയിൽ കഴിഞ്ഞിരുന്നത്. ഈ 2000 പലസ്തീനികളെയും കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. റെഡ് ക്രോസിൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം പലസ്തീനിലെ ഗസയിലെ അവസ്ഥ എത്ര മോശമാണെന്നറിയാം. ഗസയിൽ നിന്നുള്ള റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളാണ് ഈ പലസ്തീനികളായ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളും അതുപോലെ തന്നെ റെഡ് ക്രോസിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും മറ്റ് ഇസ്രായേൽ സേനയുടെ ഹെലികോപ്റ്ററുകളും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ്. അത്തരത്തിലാണെങ്കിൽ ഇരു വിഭാഗത്തു നിന്നുള്ള ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടികൾ ഒരേ സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കണം നടക്കുന്നത്. എന്തായാലും ടെലവീവിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ബാനറുകളിലും മറ്റും ട്രംപിന് നന്ദി അറിയിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിച്ചത്, അതുപോലെ ഈ ബന്ദികളെ മോചനത്തിലേക്ക് എത്തിച്ചതൊക്കെ ട്രംപിൻ്റെ ഇടപെടലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ട്രംപിന് വലിയ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ബാനറുകളും ഒക്കെയായി ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ള പൂച്ചെണ്ടുകളും സമ്മാനങ്ങളും ഒക്കെയായി വലിയൊരു ആൾക്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ടെലവീവിൽ തടിച്ചുകൂടിയിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അവിടുത്തെ സമയം 8 മണിയാണ്. ആ 8 മണിക്കായിരിക്കും ഈ കൈമാറ്റം നടക്കുക എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സമയക്രമത്തിലൊക്കെ ചെറിയ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ നടപടിക്രമങ്ങൾ ഉണ്ടാകാം.
അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ ആംബുലൻസ് സൗകര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇരുവിഭാഗത്തു നിന്നുള്ള സജ്ജീകരണങ്ങളുണ്ട്. റെഡ് ക്രോസ് ആണ് പലസ്തീനിൽ നിന്നുള്ള ആളുകളെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഗസയിൽ നിന്നുള്ള ആളുകളെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ സേനയാണ് മറുവശത്ത് ടെലവീവിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ എന്തായാലും വലിയ രീതിയിൽ ആദ്യം തന്നെ ഈ ഉദ്യോഗസ്ഥരും മറ്റ് അധികൃതരും ഒക്കെ നിൽക്കുന്നത് കാണാം. അതിന് വളരെ പിന്നിലായാണ് ഈ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അവരിലേക്ക് എത്തിക്കുന്നത് ടെലവീവിലാണ്. അപ്പോൾ അവിടെ വെച്ചായിരിക്കും, ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കും ബന്ദികളുടെ മോചനം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും വളരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉള്ള ഒരു കൈമാറ്റം, അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു എന്ന് തോന്നുന്നു. ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളൊക്കെ കാണാം. മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ അവരുടെ സേനയുടെ എക്സ് ഹാൻഡിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ നൽകുന്നുണ്ട്. 738 ദിവസത്തെ ബന്ദിയാക്കപ്പെട്ട ആ ജീവിതത്തിന് ശേഷം ആളുകൾ തിരികെ വരുന്നു എന്നതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ എക്സിൽ അവർ കുറിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അവരെ തിരിച്ച് സ്വീകരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവർ ഏർപ്പെടുത്തിയിരിക്കുന്നു.